ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നപ്പോൾ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഇട്ടാണ് വന്നേക്കണത്. എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് നമ്മുടെ ബൺ മസ്ക. ഇന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ബാ. അപ്പോൾ ഗൈസ്, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കാകെ 3 ഇൻഗ്രീഡിയൻസ് മതി. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മെയിൻ നമ്മുടെ സാധനം ബൺ, പിന്നെ ബട്ടർ, പിന്നെ മിൽക്ക് മെയ്ഡ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ആയ ബട്ടർ നമുക്ക് വേണം. സോ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബട്ടർ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. മിക്സിങ് അതെ, മിക്സ്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. വീണ്ടും മിക്സ്. ഇതിന് ക്വാണ്ടിറ്റി അങ്ങനെ വല്ലതും അറിയോ? നമ്മളൊരു ഐഡിയ അനുസരിച്ച് ചെയ്താൽ മതിയല്ലേ? അതെ, നമുക്ക് ക്വാണ്ടിറ്റിയും ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഒരു ക്രീം പരിവം ആവണം ഉദ്ദേശത്തിൽ ചെയ്യാം. പിന്നെ മധുരം അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് മാത്രമേ മധുരത്തിന് വേണ്ടി ചേർക്കുന്നുള്ളൂ. സോ നമ്മൾ മിൽക്ക് മെയ്ഡ് അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുന്നു. ഗൈസ്, നമുക്ക് അടുത്തത് ബണ്ണിൻ്റെ നടുഭാഗം നമുക്ക് ഇതിൻ്റെ രണ്ടായിട്ട് മുറിക്കാം. നമുക്ക് ടോട്ടൽ 5 വരാനുള്ളത്, അതുകൊണ്ട് 5 മസ്ക ഉണ്ടാക്കാം അല്ലേ? യെസ് ഗൈസ്, നമുക്കിതിങ്ങനെ നടുക്കൊന്നിങ്ങനെ മുറിക്കാം. മുറിച്ച് കൊടുക്കാം ഗൈസ്. നമുക്കപ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഈ ഒരു ക്രീം നമുക്ക് ഈ ബണ്ണിലേക്ക് വയ്ക്കാം. ഓ മൈ ഗോഡ്, കൊതിയുണ്ട്. അതാ ഒലിച്ചു വരുന്നു. അതെന്തിനാ അങ്ങനെ? ചുമ്മാ വേണ്ടി ഷോയ്ക്ക് അതൊക്കെ വേണോ ചേട്ടാ മോനെ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബണ്ണ് ശ്രീമതി അമ്മു ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിലോട്ട് വെച്ചോ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഗൈസ് സൂപ്പറാ ഗൈസ്. ആക്ച്വലി ഇതിന് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വെള്ളമല്ല, ഇത് ഇത്തിരി കൂടിപ്പോയി. ബട്ടർ എനിക്കൊന്നും അത്ര വേണ്ടായിരുന്നു. ബട്ടർ അത്ര ഇട്ട കാരണം ഒരു ഇത്തിരി ദോശമാവൊക്കെ പോലെ ഒരു ഇത് വേണ്ട. കുറച്ചുകൂടി ക്രീമായിട്ട്, കാരണം ഇതിരിക്കും തോറും ഇത് കണ്ടോ ഭയങ്കര ലൂസായിപ്പോയി. കുറച്ചുകൂടി കട്ടിയിൽ കിട്ടിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അതെ, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെയും പരീക്ഷണമാണല്ലോ. ഗൈസ്, അങ്ങനെ ലാസ്റ്റത്തെ ബണ്ണാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. ഡെക്കറേഷനൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ലാസ്റ്റത്തെ ബണ്ണും നമ്മൾ റെഡിയാക്കി. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബൺ മസ്ക ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. ആൻഡ് ഷുഗർ കട്ടായിട്ടുള്ളവരൊന്നും കാണണ്ട, അത് ഏറ്റവും ലാസ്റ്റ് അവരുടെ വീഡിയോ. പക്ഷെ മിൽക്ക് മെയ്ഡ് മാത്രമായതുകൊണ്ട് ഭയങ്കര മധുരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ആദ്യം അമ്മു ടേസ്റ്റ് ചെയ്യാൻ പോകണം.
പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് എരിവ് വരും. ഇത് കണ്ടോണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് കഴിക്കാം. ഗൈസ്, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാം. ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം അമ്മൂന് കൈപ്പുണ്യം ഉണ്ടോ എന്നുള്ള അറിയാം. ഇത് അമ്മൂന് കൈപ്പുണ്യത്തിൻ്റെ അല്ല ഗൈസ്, മിൽക്ക് മെയ്ഡ്. ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം കൊള്ളാം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ഡെയിലി കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഷുഗർ വന്ന് നിങ്ങൾ പടാവും. ഓഹോ, വല്ലപ്പോഴും ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പം ഭയങ്കരമായിട്ട് മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പം ഇങ്ങനെ ഉണ്ടാക്കാം. എളുപ്പം, ഒന്നും ചെയ്യാനില്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷെ സാധനം പൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. വാവ്, ഗ്രേറ്റ്. അപ്പം ഇതുപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് അമ്മു വരും. അമ്മുവാണ് ഇവിടുത്തെ കുക്കർ. അമ്മു ഇതുപോലെ പുതിയ ഐറ്റമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. അപ്പം അതുവരെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.